നമസ്കാരം. അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ തൊളിക്കോട് മലേടി എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ചിറ്റിപ്പാറയിലാണ് നിൽക്കുന്നത്. പലരും ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ ഒരുപാട് കാണാൻ കാഴ്ചയുള്ള വലിയൊരു മലയാണ് കേട്ടോ. പൊന്മുടി അല്ലെങ്കിലും പൊന്മുടിയുടെ അതേ മെത്തേഡിൽ വരും. ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്മുടി മലയും നല്ല മഞ്ഞ് മൂടി വരുന്നുണ്ട്. ഈ ഭാഗം കാണുന്നത് പൊന്മുടിയുടെ ആ ഭാഗങ്ങളാണ്. വിതുര, കല്ലാറ്, അങ്ങനെയുള്ള ചുറ്റുപാടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം മഞ്ഞ് മൂടി വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിലും കാണാൻ പ്രകൃതി ഭംഗിയുള്ള, പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ മലയെന്ന് പറയുന്നത് ചിറ്റിപ്പാറ തമ്പുരാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കാലങ്ങൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വിളക്ക് വയ്ക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഉത്സവമൊക്കെ നടക്കാറുണ്ട്. ഗോത്ര വർഗ്ഗക്കാരുടെ ഒരു ക്ഷേത്രമാണ്. ഇവിടെ കൊടുതി മഹോത്സവം ആയിട്ടൊക്കെയാണ് ആചരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ആ അമ്പലം ഉള്ളത്. അത് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്കകത്തുള്ള പല ഭാഗങ്ങളും കാണാൻ കഴിയും. അത്ര മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മറക്കണ്ട, ഇനി നമ്മൾ പൊന്മുടി, കല്ലാറ്, ബോണക്കാടൊക്കെ വരുന്ന സമയത്ത് തിരുവനന്തപുരം തൊളിക്കോട് വന്നിട്ട് മലേടിയിൽ വന്നിട്ട് ചിറ്റിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ചിറ്റിപ്പാറ തമ്പുരാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മലയിൽ വന്നാൽ നിങ്ങൾക്ക് പല ഭാഗങ്ങളും, പ്രകൃതിയുടെ പല ഭാഗങ്ങളും, ഇവിടെ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളും കാണാൻ കഴിയും. പൊന്മുടി, കല്ലാറ്, വിതുര, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും കാണാൻ പറ്റും. അത്ര മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ചെറിയ മഴക്കോളുണ്ട്. എങ്കിലും നമ്മൾ അങ്ങോട്ട് കടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് ബാക്കിയുള്ള പ്രകൃതി ഭംഗി നിങ്ങളെ കാണിക്കും. തിരുവനന്തപുരം തൊളിക്കോട് വന്നിട്ട് മലേടിയിലാണ് ഇത് സംഭവം. മലേടി ചിറ്റിപ്പാറയാണ്. ചിറ്റിപ്പാറ തമ്പൻ എന്നറിയപ്പെടുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഇവിടുത്തെ നല്ല രസമാണ്. പ്രകൃതിയൊക്കെ കാണാൻ നല്ല രസമാണ്. ചുറ്റും നോക്കുമ്പോൾ നല്ല ഒരുപാട് ഭംഗിയാണ്.
ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ചിറ്റിപ്പാറയ്ക്ക് കിലോമീറ്റർക്ക് അപ്പുറമുള്ള വീടുകളാണ് കാണുന്നത്. ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ മലയടി ശാസ്താ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ആണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ ഓരോ വീടുകളാണ്. നമുക്ക് തോന്നുന്നു അടുത്താണെന്ന്. നമ്മൾ എത്രയോ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ കാണുന്ന പാറ നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു 150 അടിക്ക് അപ്പുറം ഒരു വേർതിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ചിറ്റിപ്പാറയുടെ മുകളിൽ നിന്നും നമ്മൾ കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഈ നമ്മുടെ ഈ കാണുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെയുള്ള മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. കാണാൻ നല്ല ഒരു മേഖല നിങ്ങൾ കാണുന്നില്ലേ? ഇതാ എന്ത് ഭംഗി നോക്കിയേ. ഈ ചിറ്റിപ്പാറയുടെ ഏറ്റവും മുകളിലാണ്, പാറയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞത് കാരണം ഈ കാണുന്നതെല്ലാം നല്ല പ്രകൃതി ഭംഗിയായിട്ട് ആസ്വദിക്കുന്ന നല്ലൊരു സ്ഥലമാണ്. കാരണം ഇപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഒരുപാട് തവണ ഇതുവഴിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിപ്പോയി കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമ്മുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുന്നത് ഇവിടുത്തെ ഈ പാറയും. ഈ പാറ ഒരു പ്രത്യേക രീതി. പാറ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ആ പാറകളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒരു ഭംഗിയായിട്ടുള്ളൊരു പാറയാണ് കേട്ടോ. നമുക്ക് ഇരിക്കുകയും ചെയ്യാം, എന്നാൽ അപകടകരമായിട്ടുള്ള ഒരു പാറയുമാണ്. എന്നാൽ ഈ ചുറ്റുപാടും ഈ മരങ്ങൾ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യത്തിലോട്ട് നമ്മളെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സാധാരണ മരങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല വരുന്നത്. ആ മരങ്ങളെല്ലാം പൂത്ത് പല കളറായിട്ട് നിൽക്കുന്നതാണ് എന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. രണ്ടാമത് നമ്മൾ നിൽക്കുന്നത് വളരെ മുകളിലാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ഒരു 500 അടി 600 അടി താഴ്ചയാണ് സാധാരണ ആൾക്കാർ ജനവാസമുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇതൊരു ഫോറസ്റ്റ് മേഖലയാണ്. ഇവിടെ ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഹൈറ്റിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആ കാണുന്ന നമ്മൾ നേരത്തെ കാണിച്ച ആ പാറയൊക്കെ തന്നെ ഏറ്റവും മുകളിലാണ് ഞാൻ നിന്ന് വീഡിയോ എടുത്തത്. വലിയ കെട്ടിടങ്ങൾ പോലും നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. പിന്നെ ഈ ഭാഗത്തെന്ന് വെച്ചാൽ ഇതൊരു സെൻട്രൽ ഭാഗത്താണ്. ഈ 4 ഭാഗത്തും ചുറ്റിക്കറങ്ങിയാൽ തിരുവനന്തപുരം, കല്ലാറ്, പൊന്മുടി, വിതുര അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇപ്പം മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ടാണ് ഇത്രയും നമുക്ക് കുറച്ച് ഷാഡോ ആയിട്ട് വരുന്നത്, കുറച്ച് ദൂരോട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ കാണാൻ കഴിയാതെ വന്നത്. എന്നെ ചുറ്റും മഞ്ഞ് മൂടി കിടക്കുകയാണ്. പക്ഷേ പിന്നെ രണ്ടാമത് ഉച്ച സമയങ്ങളിൽ ആരും വരാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലും കാറ്റുള്ള സമയത്ത് വളരെ ഡേഞ്ചറാണ്. നമ്മുടെ ഈ പാറ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ വേക്കിൽ വരെ വളരെ കൊക്ക പോലെയാണ് കേട്ടോ. കൊക്ക പോലെയല്ല, കൊക്കയാണ്. വളരെ അഗാധമായൊരു കുഴിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബേക്ക് ഭാഗം വരെ വളരെ അപകടമാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വരെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്കും അപകടം പറ്റാം. കാരണം ഈ പാറ ഒരു വല്ലാത്ത രീതിയിലാണ്. നമ്മളിത് ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കും പോലെയാണ്. പിന്നെ പരന്നതാണെങ്കിലും 4 വാക്കിനും വളരെ താഴ്ചയുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ വളരെ അഗാധമായ കുഴിയാണ്. പക്ഷേ ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ചൂടൊന്നും അറിയില്ല. ഈ സമയത്ത് ഇപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കണ്ടില്ലേ, ആൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഒരുപാട് സന്ദർശകർ വരെയാണ്. കാരണം ഈ സമയത്താകുമ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. തണുത്ത കാറ്റും വെയിലൊന്നുമില്ല. നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വൈകുന്നേര സമയം. പിന്നെ ഉച്ച സമയത്ത് വന്നുകൂടാന്നല്ല, ഭയങ്കര വെയിലായിരിക്കും.
പിന്നെ കാറ്റ് അധികം കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് മഴ സമയങ്ങളിലൊന്നും വരാൻ പാടില്ലാത്ത സ്ഥലമാണ്. കാരണം ഈ പാറയൊക്കെ പായലും നല്ല ചറുകലൊക്കെ ആയിരിക്കും. പ്രകൃതി ഭംഗിയും നമ്മുടെ ഒരു ടൂറിസ്റ്റ് മേഖല പോലെ കാണാൻ കഴിയുന്ന നല്ല ഒരു സ്ഥലമെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇവിടെ വരുന്ന പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നേരത്തെ. കാരണം ഇത് തിരുവനന്തപുരത്താണ്, ചിറ്റിപ്പാറയാണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, തൊളിക്കോട് പഞ്ചായത്തിലാണ്. തൊളിക്കോട് പഞ്ചായത്ത് മലയടിയിലാണ്. മലയടി പിന്നെ ചിറ്റിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്ന് ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ പച്ചപ്പുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞൊരു മേഖലയാണ്. പാറക്കൂട്ടങ്ങളിടയിൽ നിൽക്കുന്ന മരങ്ങളും പിന്നെ പൂത്തു നിൽക്കുന്ന ചെടികളും ഒക്കെയുള്ളൊരു പ്രകൃതി ശരിക്കും ഇണങ്ങിച്ചേർന്ന ഒരു സ്ഥലമാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അനന്തപുരി വ്ലോഗ് പുതിയ വാർത്തകളും വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലുണ്ടാവും.